വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു മോർണിംഗ് റൊട്ടീനോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ കുറച്ചൊന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ താമസിച്ചാണ് കേട്ടോ കിടന്നത്. ഇന്നലെ ഏട്ടായിക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നേ. അപ്പം കുറച്ച് ലോങ് ഓട്ടമായിരുന്നു, ഒരു കല്യാണ ഓട്ടം, അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളെല്ലാവരും തന്നെ കിടന്നത് കേട്ടോ. ഞങ്ങൾ അതുവരെ ഇങ്ങനെ ചുമ്മാ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ടങ്ങ് കിടന്ന് ഉറങ്ങാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ കിടന്നത് താമസിച്ചായതുകൊണ്ട് എണീറ്റതും അതുപോലെ തന്നെ താമസിച്ചാണ് കേട്ടോ. അപ്പോൾ എണീറ്റ് വന്ന പാടെ ചൂലക്കായിട്ട് മുറ്റടിക്കാലോ എന്ന് ഓർത്തിറങ്ങിയപ്പോഴത്തേക്കിനും അച്ഛൻ വന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ കുറച്ച് കാവറുത്തതും പിന്നെ നമ്മുടെ കപ്പ വറുത്തതും പാലും ഒക്കെ ആയിട്ടാണ് വന്നത്. ഏത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന പാടെ ഒന്ന് അച്ഛനൊരു ഗ്ലാസ് ചായ ഇട്ട് കൊടുത്തിട്ടാവാം മുറ്റടിയെന്ന് വിചാരിച്ചിട്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് കയ്യൂർക്ക് പോകാനൊക്കെ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതെല്ലാം ചീറ്റിപ്പോയി. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളും എന്നെ വിളിച്ചായിരുന്നു. 5 കയ്യൂർക്ക് വരുന്നുണ്ട്. 5 എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, എന്നെ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ 5 കയ്യൂർക്ക് വരുന്നുണ്ടോ, എനിക്ക് അബീനെ കാണാൻ കൊതിയാവുന്നുണ്ട്, അബീനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും പറഞ്ഞു കേട്ടോ. എന്താ പിന്നെ കയ്യൂർക്ക് പോരേ, നാളെ ഞാനും അങ്ങോട്ട് വന്നേക്കാം, പിള്ളേരൊക്കെ കണ്ടു കേട്ട് പോരാലോ എന്ന് പറഞ്ഞു. എന്നാൽ ശരി നാളെ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു കേട്ടോ. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വിട്ടും പോയി. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നലെ വിളിച്ചു എന്നോട്, ഞാൻ കയ്യൂർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കയ്യൂർ വന്നിട്ടുണ്ടോ, എന്നാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ ഏട്ടോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ശനിയാഴ്ച വൈകിട്ടൊരു ഓട്ടം ഉണ്ട്, അപ്പോൾ നാളെ നമുക്ക് പോകാം, നാളെയാണല്ലോ അവൾ തിരിച്ച് പോകത്തുള്ളൂ, അപ്പോൾ രാവിലെ പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്മാളുവിന് കൊടുക്കാനായിട്ട് കള്ളപ്പത്തിന് അരച്ചൊക്കെ വെച്ചു. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോകാം, വീട്ടിൽ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മാൾ വന്നതിന് സ്പെഷ്യലായിട്ട്. അപ്പോൾ കള്ളപ്പം ചുട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ രാവിലെ ഒരുമിച്ച് കാപ്പിയൊക്കെ അവിടെ ചെന്നിട്ട് കഴിക്കാമല്ലോ എന്നൊക്കെ പ്ലാൻ ഇട്ടാണ് കള്ളപ്പത്തിന് സെറ്റാക്കി വെച്ചത്. പക്ഷേ എന്ത് പറയാനാണ്, രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വെളുപ്പിനെ തന്നെ വിട്ടു പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഉച്ച കഴിഞ്ഞ് ഇടിയും മഴയൊക്കെയാണ്, പിന്നെ വണ്ടി ഉണ്ടോയെന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി വരുമ്പോൾ ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ എന്നെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ്, ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പാണ്ടക്കെട്ടൊക്കെ വാരി ചുമന്ന് ഇവിടം വരെ വന്നത്. റെക്കോർഡൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഇയാളെ വിശ്വസിച്ച് ഞാൻ ഈ വഴിക്കേ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആശ്വസിപ്പിച്ച് ഇനിയിപ്പോൾ അടുത്തവണ കാണാം. അപ്പോൾ ഏട്ടായോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇനി ഒരു ദിവസം നമുക്ക് അവിടെ പോയി കാണാം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കള്ളപ്പം തന്നെ അരച്ച് വെച്ചാലേ. അപ്പോൾ ഇന്ന് രാവിലെ കള്ളപ്പവും പിന്നെ ചിക്കൻ വാങ്ങാം, അപ്പം കള്ളപ്പവും ചിക്കനും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ കള്ളപ്പം ഉണ്ടാക്കുന്നത്, പിന്നെ കള്ളി ചേർക്കാത്ത കള്ളപ്പാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരെണ്ണം ചുട്ട് നോക്കി. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അത് മുഴുവൻ കഴിച്ചു. വീണ്ടും ഒരെണ്ണം ചുട്ട് നോക്കി. അങ്ങനെ 1-2 എണ്ണം ചുട്ട് 2-3 അകത്താക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കിയിട്ടാവാം മുറ്റടിയെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കള്ളപ്പം എല്ലാം ചുട്ട് അവിടെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റ് വന്നു. പിന്നെ കുഞ്ഞാപ്പീനെ പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ ആ സമയമായപ്പോഴത്തേക്കിനും ഇങ്ങനെ ഏറ്റു വന്നു കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും വീണ്ടും ചായ ചൂടാക്കി കൊടുക്കേണ്ട അവസ്ഥയായിപ്പോയി. ഒരുമിച്ചല്ല എല്ലാവരും ഏറ്റു വന്ന കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കിനും ഏട്ടായി ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പം മുറ്റടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഏട്ടായി ചിക്കനൊക്കെ ആയിട്ട് വരും. അതിനിപ്പം നമ്മുടെ പുറം പണികളൊക്കെ തീർത്തേക്കാലോ എന്ന് വിചാരിച്ചത് മുറ്റം ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കരികില കത്തിക്കാനൊന്നും ഉള്ള ഒരു മാർഗ്ഗമില്ല കേട്ടോ. കാരണം ഇന്നലെ മഴ ആയതുകൊണ്ട് ഇലയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കുതിർന്ന് കിടക്കാണ്. പിന്നെ പൊടിയൊക്കെ ഒതുങ്ങി ഒന്ന് ശാന്തമായി കേട്ടോ. കുറേ ദിവസം ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് പൊടിയൊക്കെ പാറി നിന്നിട്ട് പെട്ടെന്നൊന്ന് മഴ പെയ്തപ്പോഴത്തേക്കിനും ഭൂമിയൊക്കെ തണുത്ത് നല്ല പുതുമണ്ണിൻ്റെ ഗന്ധമൊക്കെ വന്ന് നല്ല സുഖ അന്തരീക്ഷമായിരുന്നു കേട്ടോ 2 ദിവസമായിട്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, ജനുവരിയിലൊക്കെ സത്യം പറഞ്ഞാൽ മഴയുണ്ടോ എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അല്ല ഇതിന് മുന്നേ പെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ജനുവരി സത്യം പറഞ്ഞാൽ ജനുവരി കാറ്റൊക്കെ അല്ലേ. പക്ഷെ മഴ പെയ്തു കേട്ടോ. അപ്പോൾ നല്ല കാലാവസ്ഥയാണ്. എന്തായാലും രാവിലെ മുതൽ വെയിലും ഉച്ച കഴിയുമ്പോഴത്തേക്കിനും മഴയൊക്കെയാണ്. പൊടിയൊക്കെ ഒതുങ്ങി ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ കിട്ടാൻ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ടാൽ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് കേട്ടോ. അങ്ങനെ മുറ്റോടി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പുകയിടുകയാണ്. ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് കേട്ടോ. നമ്മളെ കടിച്ചോണ്ട്
കൊണ്ട് പറന്നു പോകും കേട്ടോ. ലെഗിൻസൊക്കെ ഇട്ട് നടന്നാലും ഈ കൊതുക് കുത്തും. വല്ലാത്തൊരു ശുചിമനയുള്ള കൊതുകാണ്. അത് കുത്തുക തന്നെയല്ല, നല്ല അപ്പം പോലെ തടിച്ചും വരും കേട്ടോ. അപ്പം ഇന്ന സമയമൊന്നും ഇല്ല ഇപ്പോൾ കൊതുകിന്, എപ്പോൾ വേണേലും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതുങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിൽ നമ്മൾ ചകിരിയൊക്കെ വെച്ചിട്ട് പുകയിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അഷ്ടഗന്ധവും ദശാങ്കവും ഒക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പുകയിടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഇടാറുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ മേടിക്കണം. അങ്ങനെ പുകയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേരെയും കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സെറ്റാക്കി മാറ്റിയിരുത്തി. അപ്പോഴത്തേക്കിന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും പിള്ളേരൊക്കെ അവിടെ കളിച്ച് ചിരിച്ച് ഫോണിൽ പരിപാടിയൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം മാച്ചൂന്നേ കൂടെയൊക്കെ പോയി അവിടെ പോയി ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി. അത് കഴിഞ്ഞിട്ട് മേരി ചേച്ചിയുടെ അടുത്ത് പോയി അവർ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന സമയത്തിന് ഞാൻ എൻ്റെ കാര്യങ്ങളിങ്ങനെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കൻ വാങ്ങാൻ പോയ ആളുടെ പൊട്ടി പോലും കാണുന്നില്ല കേട്ടോ. ചില സമയത്ത് ഇങ്ങനെയാണ്, എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ 1, 2, 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വരാറുള്ളൂ. അതിന് കാര്യം വേറെ ഒന്നല്ല, അവിടെ ചെന്നുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാരെ കാണും, അവരെ വാചകമൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ആദ്യം ഒന്ന് വിളിക്കും, ഏട്ടേ വരാറായോ, ഇല്ല. പിന്നെ ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെ വിളിക്കും. അങ്ങനെ ഒരു 3-4 വിളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പതുക്കെ ഇങ്ങനെ എത്തുന്നത് കേട്ടോ. പിന്നെ ഇന്നിപ്പം ഉണ്ടാക്കിയ പാടെയൊക്കെ 1-2 കള്ളപ്പൊക്കെ കഴിച്ചുകൊണ്ടും പിന്നെ അച്ഛനൊക്കെ വന്നപ്പം ചിപ്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് പിള്ളേർ അതൊക്കെ കഴിച്ച് ഇങ്ങനെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വിശക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ പതുക്കെ ഇങ്ങനെ വിളി കുറച്ചു വിട്ടു. കാരണം പതുക്കെ വന്നാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഞായറാഴ്ച ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള അവസരം കിട്ടുന്നുള്ളത്, അത് നമ്മളിങ്ങനെ സ്ട്രിക്റ്റായിട്ട് പിടിച്ചിരുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നിട്ട് കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ച് അരി കഴുകിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് വീണ്ടും അടുക്കളയിൽ പണിതുകൊണ്ടിരിക്കാനുള്ളൊരു മനസ്ഥിതി തോന്നാത്തതുകൊണ്ട് 2 നേരത്തേനും കൂടെ കൂട്ടിയുള്ള അരി ഒരുമിച്ച് അങ്ങ് കഴുകിയിടുകയാണ്. പിന്നെ ടിപ്പുവിന് വൈകിട്ട് വേറെ ചോറ് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ട്രിപ്പ് നന്നായിട്ട് കഴുകി അതിൻ്റെ നന്നായിട്ട് റെഡ് ഓക്സൈഡ് പോലത്തെ കളറുള്ള സാധനം ഉണ്ടല്ലോ അരിയുടെ മണ്ടയിലത്തെ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് അരി അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതലായോ എന്ന് എനിക്ക് സംശയം തോന്നിയത് കൊണ്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയിട്ട് ബാക്കി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചാൽ മതി. തൊട്ടപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് എന്നത്തെയും പോലെ കുടിവെള്ളം വെച്ചിട്ടുണ്ട്, ജീരകവെള്ളമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് തിണ്ണയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം ഒരു പൂച്ചക്കുഞ്ഞ് വന്ന് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് എന്നും ഇപ്പം ഡെറ്റോളും പിന്നെന്താ ലോഷനൊക്കെ ഇട്ട് തുടയ്ക്കലാണ് എൻ്റെ പരിപാടി കേട്ടോ. അവന് പുറത്ത് കിടക്കാനായിട്ട് ഒരു കൂടും കുറച്ച് തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടും ആൾ അവിടെ ഒന്നും കിടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. സ്ഥിരം നമ്മുടെ വാതൊക്കെ തന്നെ കിടന്നാലാണ് ആൾക്ക് സമാധാനമുള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ തട്ടും മുട്ടും ബഹളമൊക്കെ പെരയുടെ മണ്ടയിൽ കേൾക്കാം. ഇനി അവിടെയാണോ കിടക്കുന്ന ഇടയ്ക്കെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ പെരയൊക്കെ തുടച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്, കുടിവെള്ളവും നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അങ്ങനെ അത് 2 ഓഫാക്കി. ഇനിയിപ്പോൾ കഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഓണടി കിട്ടപ്പം എനിക്ക് മനസ്സിലായി പതുക്കെ നമ്മുടെ ചിക്കൻ വരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിക്കനും സവോളയും പിന്നെ ഇഞ്ചി മുളകും വെളുത്തുള്ളിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് ഈ പൊതിക്കകത്തുള്ളത്. പിന്നെ പാലില്ല, പാല് രാവിലെ ഓൾറെഡി വാങ്ങിച്ചത് കൊണ്ട്. അപ്പോൾ 3 അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് നമ്മളിനി ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കത്തേന് കൂട്ടാനും ചിക്കൻ കറി തന്നെയാണ്. പിന്നെ തോരൻ വെക്കാനായിട്ട് ബീൻസും ക്യാരറ്റും ഒക്കെ ഇന്നലെ തന്നെ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്നൊരു ഷട്ടബുക്കെന്ന് തോരനാക്കിയാൽ മതി. അപ്പോൾ ഉച്ചക്കത്തേനുള്ള കാര്യങ്ങളൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാപ്പി കുടിക്കാൻ എല്ലാവരും ഇരിക്കുന്ന സമയമൊക്കെ ആവുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഞാനിങ്ങനെ ചതച്ചാട്ടോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇതിനകത്തേക്ക് കഴുകാനായിട്ട് എടുക്കാത്തത്. ഒന്ന് ചതച്ച് കഴിയുമ്പോഴത്തേക്കിങ്ങനെ അതിനകത്തുനിന്ന് ഇങ്ങനെ വിട്ടുപോരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സവോളയും എല്ലാം കഴുകിയെടുത്ത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. പിന്നെ ചിക്കന് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിലിങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഞെക്കി പിരിഞ്ഞ് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ്. ചിക്കൻ കറി റെസിപ്പി ഒത്തിരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പെരിഞ്ചീരകം ഇട്ടു. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇരിപ്പില്ല കേട്ടോ, തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല. അല്ലെങ്കിൽ അതൊക്കെ ഇടാറുണ്ട്. എനിക്ക് അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കറി കേടായൊന്നും പോകത്തില്ല, വളിച്ച് പോകത്തൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കിനും വളിപ്പൊന്നും വരാതിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ കടുകും എല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ സവാള ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്കകത്ത് എന്നത്തെയും പോലെ ഇന്ന് കരിയാപ്പിലില്ല കേട്ടോ. കരിയാപ്പില എടുക്കാനായിട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒരു കുഞ്ഞു തൈ ആ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വളഞ്ഞ് താഴോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് എടുക്കാൻ ഇറങ്ങാൻ എനിക്കൊരു പേടി, കാരണം ഞാൻ അടിച്ചു കൂട്ടിയല്ല ചപ്പ് അങ്ങോട്ട് ഇട്ട്. ഇനി അതിനിടയിലൊക്കെ വല്ലതും കിടപ്പുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ അതിൽ ഇറങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ കരിയാപ്പിലില്ലാതെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് ഇങ്ങനെ വഴണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അനുഭവത്തിൽ നിന്നും എനിക്കത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനും അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിക്കൻ കറിക്കകത്ത് മിക്കപ്പോഴും തന്നെ ഞാൻ പറയുന്നതാണ്, ചിക്കൻ നമ്മൾ ഗ്രേവി ചേർക്കുമല്ലോ, ഗ്രേവി ചേർത്ത് കഴിഞ്ഞിട്ട് അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല എല്ലാം കൂടെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് വെച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി ആ ചിക്കൻ അകത്തുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങും. അങ്ങനെ ആ വെള്ളം നന്നായിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നല്ല ഉറച്ചിരിക്കും കേട്ടോ. നമ്മൾ വറുത്തെടുത്ത കഷ്ണം പോലെ നല്ല മുറുകിയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി പെട്ടെന്ന് കേടാവത്തുമില്ല. അതിനകത്ത് വെള്ളാംശമൊക്കെ നന്നായിട്ട് ഊർന്ന് ഇറങ്ങി തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അങ്ങനെ കേടാവാതിരുന്നോളൂ കേട്ടോ. അങ്ങനെ അത് അരപ്പൊക്കെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടി മൂപ്പിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ എണ്ണയിൽ മൂപ്പിക്കാറുണ്ട്. അപ്പം ഞാനിപ്പം കുറച്ച് കൂടുതൽ ഇട്ടുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള എണ്ണ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് എണ്ണയിൽ നമ്മുടെ മസാല ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൊടി കരിയാതെയൊക്കെ ഇരിക്കും, നന്നായിട്ട് മൂത്തും കിട്ടും കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കഴിയുമ്പം ആവശ്യത്തിന് അനുസരിച്ചുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുക. ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിച്ചാൽ നമ്മുടെ ചിക്കൻ കറി ഓക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി എല്ലാവർക്കും കാപ്പി കൊടുത്തു വിട്ടായിട്ട് ഇതാ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അച്ഛനപ്പുറത്തിന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, അമ്മ കഴിക്കുന്നുണ്ട്, പിന്നെ പിള്ളേർക്കും എല്ലാവർക്കും കൊടുത്തു വിട്ടു. ഞാൻ മാത്രമേ കഴിക്കാത്തുള്ളൂ. ഞാൻ ചോറ് ഒന്നുകൂടെ എടുത്ത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ തിളപ്പിച്ചിട്ട് വാർത്ത് കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറ് തടയിലിട്ടിട്ട് വന്നിട്ട് ഞാൻ എന്താ കാപ്പിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ 1-2 കഴിച്ചുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അങ്ങനെ വിശക്കുന്നില്ല. പിന്നെ ഞാൻ ചിക്കൻ കറി കൂടെ കൂട്ടി കഴിക്കാനുള്ളൊരു പൂതി കൊണ്ടിട്ട് ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. അപ്പം ഞാൻ കരൾ തപ്പി തേടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കരൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് നനയ്ക്കാനും കുളിക്കാനായിട്ട് ഇറങ്ങിയാലോ എന്ന് ഓർത്താണ്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം കറിയും കൂടെ വെച്ചിട്ട് അങ്ങ് പോവാലോ. ഇനിയിപ്പോൾ ഈ ഒരു കറിയും കൂടിയല്ലേ ഉണ്ടാക്കാനുള്ളൂ. തന്നെയല്ല അച്ഛനും അമ്മയൊക്കെ ചോറിനാനുണ്ടെങ്കിൽ അലക്കാനും നനയ്ക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താമസിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വാഷിംഗ് മെഷീനിൽ തുണിയിടാനൊന്നും പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഒരു ഓസ് ഉണ്ടല്ലോ, നമ്മൾ ഡ്രെയിനേജിൽ നിന്നുള്ള വെള്ളം പോകുന്നത്, ആ ഓസിൻ്റെ സൈഡിലായിട്ട് എലി കരണ്ടാന്ന് തോന്നുന്നു. അതിലൂടെ ഇപ്പോൾ വെള്ളം പോയി റൂം മുഴുവൻ വെള്ളമാകുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരു തൊരപ്പനെലി കാരണം നമ്മുടെ തുണിയിലൊക്കെ മുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് കല്ല് കൊണ്ടിട്ട് വേണം അലക്കാൻ. അപ്പോൾ അതുകൊണ്ട് കറി കഴിഞ്ഞിട്ട് നമുക്ക് അലക്കാൻ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീൻസും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പണി എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. കടുക് പൊട്ടിക്കുക, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് കുറച്ചൊന്നായി കഴിയുമ്പം തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊന്നും അല്ല, ചില സമയത്ത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അരച്ച് ഒതുക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. വെള്ള കളറിൽ തോരൻ വയ്ക്കാറുണ്ട്, പിന്നെ ഇങ്ങനെ തോരൻ വയ്ക്കാറുണ്ട്, മെഴുക്കുവരട്ടി വയ്ക്കാറുണ്ട്. അങ്ങനെ എനിക്ക് എങ്ങനെയാണ് വെക്കാൻ തോന്നുന്നത് ആ രീതിക്ക് അങ്ങ് വയ്ക്കുമെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു രീതിക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എങ്ങനെയായാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം മതിയല്ലോ.
പിന്നെ ഇന്നിപ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഈ കറിക്ക് കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് വെച്ച് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള എല്ലാം എന്താ ചേർത്ത് നന്നായിട്ട് തട്ടിപ്പൊത്തി മൂടി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞെടുത്ത സവോളയും ബീൻസും അതിൻ്റെ എല്ലാ തൊലി എല്ലാം കൂടി നമ്മുടെ മുറത്തിനകത്തിരുന്ന് എല്ലാം കൊണ്ട് നമ്മുടെ ചീനിയുടെ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചീനിക്കൊരു വള ആവട്ടെ എന്ന് വിചാരിച്ച്. അപ്പം 3 ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ചീനിക്ക് പിടിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ പയറൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മഞ്ഞൾ ചേർത്തുകൊണ്ട് നമ്മളിനി മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് തന്നെ ഓൾറെഡി കണ്ട മഞ്ഞൾ പതുക്കെ ഇറങ്ങി നമ്മുടെ തേങ്ങയിലേക്കൊക്കെ പിടിച്ചു വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഒന്നുകൂടെ ഒന്ന് ആവി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ റെഡി. അങ്ങനെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രമുള്ളതൊക്കെ കഴുകാനുണ്ടായിരുന്നത് 1-2 ഉള്ളായിരുന്നു കേട്ടോ. അതങ്ങ് കഴുകി അപ്പം തന്നെ എടുത്ത് മാറ്റി വെച്ചു. കാണിക്കാൻ പാത്രമൊന്നും ഇല്ലായിരുന്നു, കാരണം തലേദിവസം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പം എടുക്കുന്ന 1-2 തേങ്ങ ചിരകാനെടുത്ത പാത്രം അത്രയ്ക്കുള്ളായിരുന്നു. അങ്ങനെ ആ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ട് വന്ന് പിന്നെ നനയ്ക്കാനുള്ള തുണിയെല്ലാം വാരിക്കിട്ടി അലക്കലിൻ്റെ അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന പാടെ നനയ്ക്കാനുള്ള തുണിയെല്ലാം ഒരു ലോഡ് സോപ്പ് പൊടിക്കകത്ത് കുതിർത്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തലയിൽ തേക്കാനുള്ള എണ്ണയൊക്കെ എടുത്തുകൊണ്ടുവന്ന് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചൊരു 5 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ തുണിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നു. അപ്പോൾ ടാങ്കിലെല്ലാം വെള്ളം പിടിച്ച് കഴിഞ്ഞിട്ടും ജലനിധി വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് അലക്കാൻ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അങ്ങ് അലക്കി പൈപ്പൊക്കെ തുറന്ന് വെച്ച് വേഗം വെള്ളം പിടിച്ച് അങ്ങനെ കുതിർത്ത് വെച്ച തുണികളെല്ലാം ശടപടേ നമ്മൾ അലക്കുകയാണ് കേട്ടോ. ഉണ്ടായിരുന്ന തുണികൾ ഒട്ടുമിക്കതും കഴുകിയിട്ടു കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ടത് ആദ്യം അലക്കി അപ്പം തന്നെ ഊരി പിഴിഞ്ഞ് എല്ലാം കൊണ്ട് വിരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു തുണികളുള്ളതെല്ലാം ഇനി വിരിക്കാനായിട്ടില്ല, കാരണം താഴത്തെ അടിയിലും പിന്നെ മുകളിലും എല്ലാം കൊണ്ട് നടന്ന് വിരിച്ചു കേട്ടോ. അപ്പം ഇനിയുള്ളത് നമ്മുടെ ചാർത്തിലേക്ക് അങ്ങ് വിരിച്ചിടാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ തുണി അലക്കൽ പരിപാടികൾ ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം എളുപ്പം കിട്ടി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് പോയി വിശാലമായിട്ടൊന്ന് കുളിക്കണം. മേലാസകലം നനഞ്ഞ് സോപ്പ് പൊടിക്കകത്തൊക്കെ മുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് കുളിച്ചിട്ട് വേണം ചോറുണ്ണണം. കള്ളപ്പക ദഹിച്ചു. അത്രയും തുണി ഉണ്ടായിരുന്നു, കാണുമ്പോൾ കുറച്ചുള്ളം തോന്നും. പിന്നെ നന്നായിട്ട് അലക്കി എല്ലാം ഊരി പിഞ്ഞ് 2 ട്രിപ്പൊക്കെ വന്നപ്പം വയറ് കിടന്ന് കത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ നനയ്ക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചാത്തിൽ വിരിക്കാനുള്ള തുണിയൊക്കെ ഓടിപ്പോന്ന് വിരിച്ചിട്ടു കേട്ടോ. പിന്നെ അവിടെ കിടന്ന് ഉണങ്ങിയ തുണിയെല്ലാം പറക്കി കൂട്ടി നമ്മുടെ ബർത്തയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് മടക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് മടക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി, തോരൻ, പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ, ഇത്രയും കൂട്ടി നമ്മൾ ചോറിനാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.